നമസ്കാരം. M5 ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഭരണ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ആലസ്യവും ഉദാസീനതയും കേന്ദ്ര സർക്കാരിന് കേരളത്തോടുള്ള താല്പര്യക്കുറവും സംസ്ഥാനത്തിന്റെ റെയിൽവേ വികസനത്തെ തകിടം മറിക്കുന്നു. സംസ്ഥാന സർക്കാരുകളുടെ പിടിപ്പുകേടും അനാസ്ഥയുമാണ് പദ്ധതികൾ നഷ്ടമാകാൻ കാരണമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. റെയിൽവേ വികസനത്തിന് നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചെങ്കിലും സമയത്തിന് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നതിനുള്ള കാലതാമസം പദ്ധതിയുടെ ലക്ഷ്യത്തെ പൂർണ്ണമായും തകർക്കുകയാണ്. 1997-98 ശബരി റെയിൽപാതയ്ക്ക് അനുമതിയായത്. വർഷങ്ങളായി കാര്യമായ പ്രവർത്തനമൊന്നും നടക്കാതെ സ്തംഭനത്തിലായിരുന്ന പദ്ധതിക്ക് 26-27 ബജറ്റിൽ 505 കോടി രൂപ നീക്കിവെച്ചെങ്കിലും പദ്ധതി ഇഴയുക തന്നെയാണ്. വന്ദേ ഭാരത് അടക്കമുള്ള തീവണ്ടികൾ ഓടിക്കാൻ കഴിയുന്ന രീതിയിൽ തീവണ്ടിപ്പാത നിർമ്മിക്കാനാണ് റെയിൽവേ മന്ത്രാലയം വിഭാവന ചെയ്തിട്ടുള്ളത്. 1900 കോടി രൂപ ചെലവുള്ള പദ്ധതിയുടെ പകുതി കേന്ദ്രവും പകുതി സംസ്ഥാനവും വഹിക്കാനാണ് ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുള്ളത്. 303.5 ഹെക്ടർ സ്ഥലമാണ് ശബരിപാതയ്ക്ക് വേണ്ടി മൊത്തം ഏറ്റെടുക്കേണ്ടത്. ഇതുവരെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നൽകിയിട്ടുള്ളത് 25 ഹെക്ടർ സ്ഥലം മാത്രമാണ്. രാജ്യസഭയിലും ലോക്സഭയിലും MP-മാരുടെ ചോദ്യത്തിന് ഉത്തരമായി സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നതിലുള്ള കാലതാമസമാണ് കേരളത്തിലെ റെയിൽ പദ്ധതികളുടെ തിരിച്ചടിക്ക് കാരണമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ മാറി മാറി വരുന്ന സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യത്തിൽ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 3-ാം പാതയ്ക്കായി സ്ഥലം ഏറ്റെടുത്തു കൊടുക്കാൻ റെയിൽവേ മന്ത്രാലയം വർഷങ്ങളായി ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. ഇതിനിടെ കേരളത്തിൽ സിൽവർ ലൈനിന് പകരം 3-ാം പാതയും 4-ാം പാതയും ആരംഭിക്കാനുള്ള പദ്ധതിയുടെ പ്രാഥമിക നടപടികൾ റെയിൽവേ മന്ത്രാലയം ആരംഭിച്ചതായാണ് സൂചന. 3-ഉം 4-ഉം പാതകൾക്കുള്ള ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് അഥവാ വിശദമായ പദ്ധതി രേഖ അടുത്ത മാർച്ച് മാസത്തോടെ പൂർത്തിയാക്കാനാണ് റെയിൽവേ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. സ്ഥലം വിട്ടുകിട്ടിയാൽ 5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് റെയിൽവേ ബോർഡ് കരുതുന്നത്. 3-ാം പാത പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും 4-ാം പാതയുടെ നിർമ്മാണം ആരംഭിക്കുക. പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള കരാർ 6 മാസം മുമ്പ് തന്നെ ഹൈദരാബാദിലെ RV അസോസിയേറ്റ്സിന് നൽകിയിരുന്നു. ഇവർ 4 മേഖലകളിലായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നിലവിലുള്ള റെയിൽപാതകൾക്ക് സമാന്തരമായി സ്ഥലത്തിന്റെ ലഭ്യതയനുസരിച്ചോ പുതിയ പ്രദേശത്തോടോ കൂടിയോ ആയിരിക്കും 3-ഉം 4-ഉം പാതകൾ നിർമ്മിക്കുക. ഇതിനായുള്ള സ്ഥലം ഒന്നിച്ചേറ്റെടുത്ത് നൽകേണ്ടി വരും. മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗത്തിൽ തീവണ്ടികൾ ഓടിക്കാവുന്ന വിധത്തിലാണ് പുതിയ പാതകൾ വരിക. നിലവിലുള്ള പാതകൾക്ക് വളവും തിരിവും കയറ്റവും ഇറക്കവും കൂടുതൽ ഉള്ളതിനാൽ തീവണ്ടികളുടെ ശരാശരി വേഗത 50 മുതൽ 55 കിലോമീറ്റർ വരെ മാത്രമാണ്. 1-ാം ഘട്ടത്തിൽ മംഗലാപുരം മുതൽ ഷൊർണൂർ വരെയും 2-ാം ഘട്ടത്തിൽ ഷൊർണൂർ മുതൽ എറണാകുളം വരെയും 3-ാം ഘട്ടത്തിൽ എറണാകുളം മുതൽ കായംകുളം വരെയും 4-ാം ഘട്ടത്തിൽ കായംകുളം മുതൽ തിരുവനന്തപുരം വരെയുമാണ് 3-ഉം 4-ഉം പാതകൾ നടപ്പിലാക്കാൻ ആലോചിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഷൊർണൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിലിലേക്കും ഉള്ള പാതകളും ഉണ്ടാകും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ കണ്ടെയ്നർ സർവീസുകളും റെയിൽവേ ആലോചിക്കുന്നുണ്ട്. സ്ഥലം ഏറ്റെടുത്ത് കിട്ടുന്നതിലെ കാലതാമസം തന്നെയാണ് ഇതിനും പ്രശ്നമാവുക. സിൽവർ ലൈനിന് ബദലായി ശ്രീധരൻ നിർദ്ദേശിച്ച തിരുവനന്തപുരം കണ്ണൂർ ഹൈസ്പീഡ് റെയിൽ ഇടനാഴി ഇപ്പോഴും പരിഗണനയിൽ ആണെന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത്. ശ്രീധരൻ നൽകിയ പദ്ധതി പരിസ്ഥിതി ആഘാത പഠനം നടത്താത്തത് കൊണ്ട് പൂർണ്ണമല്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി VD സതീശൻ ആദ്യം സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം വേണ്ടത്ര ഗൃഹപാഠം ചെയ്യാതെ എന്നാണ് സാങ്കേതിക വിദഗ്ധർ വിലയിരുത്തിയത്. ഭാരതത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയനായ സാങ്കേതിക വിദഗ്ധൻ എന്ന നിലയിൽ ശ്രീധരന്റെ അഭിപ്രായത്തെ വേണ്ട രീതിയിൽ കാണാതെയാണ് മുഖ്യമന്ത്രി VD സതീശൻ പ്രതികരിച്ചത്. പരിസ്ഥിതി ആഘാത പഠനം ആവശ്യമില്ലെന്നും ഇക്കാര്യം 2006 പരിസ്ഥിതി ആഘാത പഠന വിജ്ഞാപനത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ശ്രീധരൻ പിന്നീട് പറഞ്ഞു. അതോടെ പദ്ധതിയോടുള്ള എതിർപ്പിന്റെ മുനയൊടിഞ്ഞു. സംസ്ഥാന സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് തല ഊരുകയായിരുന്നു. റെയിൽവേയുടെ കൂടി ചുമതലയുള്ള ഗതാഗത സെക്രട്ടറി അധ്യക്ഷനായി നിയമിച്ച 4-അംഗ സമിതിയിൽ മുൻ റെയിൽവേ ഉദ്യോഗസ്ഥൻ വിനയൻ, CDS ഡയറക്ടർ വീരമണി, പരിസ്ഥിതി പ്രവർത്തകനും കേരയിൽ വിരുദ്ധ സമര സമിതിയുടെ പോരാളിയുമായിരുന്ന ശ്രീധർ രാധാകൃഷ്ണൻ എന്നിവരാണ് അംഗങ്ങളായി ഉള്ളത്. പൂജപ്പുരയ്ക്ക് പകരം ആസ്ഥാനം തിരുവനന്തപുരത്ത് ഈഞ്ചക്കലിലേക്ക് മാറ്റുക,
പാതയിലൂടെയുള്ള തീവണ്ടി വേഗം കൂട്ടുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് വിദഗ്ധ സമിതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇ ശ്രീധരൻ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിൽ പാതയുടെ ഡിസൈൻ വേഗം 200 കിലോമീറ്ററും ശരാശരി വേഗം മണിക്കൂറിൽ 140 കിലോമീറ്ററുമാണ്. ഡിസൈൻ വേഗം 220 മുതൽ 240 കിലോമീറ്റർ വരെയും ട്രെയിനുകൾ ഓടുന്ന വേഗം 180 മുതൽ 200 കിലോമീറ്ററുമായി കൂട്ടണമെന്നാണ് വിദഗ്ധ സമിതിയുടെ അഭിപ്രായം. 250 കിലോമീറ്ററിൽ കൂടുതൽ വേഗം സാധ്യമാകുന്ന പാതകളെയാണ് ഹൈസ്പീഡ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുക. അതിനോട് അടുത്തു നിൽക്കുന്ന വേഗമെങ്കിലും പാതയിൽ വേണം. ഇത് നിർമ്മാണ ചെലവ് ഗണ്യമായി കൂട്ടില്ല. വേഗം കൂട്ടുന്നതോടെ തിരുവനന്തപുരം കണ്ണൂർ യാത്ര 3 മണിക്കൂർ കൊണ്ട് സാധ്യമാകുമെന്നും വിദഗ്ധ സമിതി അഭിപ്രായപ്പെട്ടു. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് റെയിൽവേസ് മാനദണ്ഡമനുസരിച്ച് പുതിയ പാതകളിൽ 250 കിലോമീറ്ററും പഴയ പാത നവീകരിച്ചതാണെങ്കിൽ 200 കിലോമീറ്ററിന് മുകളിലുള്ള വേഗവും അതിവേഗ പാതയായി കണക്കാക്കും. 180 കിലോമീറ്റർ മുതൽ 200 കിലോമീറ്റർ വരെയുള്ള വേഗം സെമി സ്പീഡ് പാതകളായാണ് കണക്കാക്കുന്നത്. സാധാരണ ബ്രോഡ് ഗേജ് പാതയാണ് ഇ ശ്രീധരൻ നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് ഇത് മംഗലാപുരം വരെ നീട്ടാനോ മറ്റു പാതകളിലേക്ക് ഘടിപ്പിക്കാനോ പ്രയാസമുണ്ടാവില്ല. അറ്റകുറ്റപ്പണി നടത്താനുള്ള സ്ഥലം ബാലരാമപുരത്തേക്ക് മാറ്റാനും കണ്ണൂരിൽ നീലേശ്വരത്തോ ഉപ്പളയിലോ ആക്കാനും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. 473 കിലോമീറ്റർ ദൂരമാണ് തിരുവനന്തപുരം കണ്ണൂർ ഹൈസ്പീഡ് പാതയ്ക്ക് വിഭാവന ചെയ്തിട്ടുള്ളത്. 60,000 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. മെട്രോ റെയിൽ മാതൃകയിൽ ഉയർന്ന തൂണുകളിൽ 2 പാതയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇ ശ്രീധരന്റെ നിർദ്ദേശവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത 5 വർഷം കൊണ്ട് പാത പൂർത്തിയാകും. സിൽവർ ലൈൻ പോലെ ഭൂമി ഏറ്റെടുപ്പും മറ്റ് പ്രശ്നങ്ങളുമില്ലാതെ ഹൈസ്പീഡ് പാത വരുന്നത് റെയിൽവേ ഗതാഗതത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പ്രതിദിനം 2.25 ലക്ഷം പേർ യാത്രക്കാരുമായി ഉണ്ടാകുമെന്നാണ് ശ്രീധരൻ നൽകിയ പദ്ധതി റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിനിടെ അങ്കമാലി ശബരി റെയിൽപാത ഇഴഞ്ഞു നീങ്ങുമ്പോൾ തമിഴ്നാട്ടിലെ തേനിയിൽ നിന്ന് എരുമേലിയിലേക്കുള്ള പുതിയ ബ്രോഡ് ഗേജ് പാതയുടെ സർവേക്ക് റെയിൽവേ അനുമതി നൽകി. 95 കിലോമീറ്ററാണ് പാതയുടെ ദൂരം. ഇക്കാര്യം റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് പാർലമെന്റിൽ സ്ഥിരീകരിച്ചു. സർവേയെ തുടർന്ന് പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാനും വിശകലനത്തിനും സംസ്ഥാന സർക്കാരുമായുള്ള കൂടിയാലോചനകൾക്കും നീതി ആയോഗിനെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി അറിയിച്ചു. തേനി ബോഡിനായ്ക്കന്നൂർ ബ്രോഡ് ഗേജ് പാത വികസനം പൂർത്തിയായതോടെ തമിഴ്നാട്ടിലെ റെയിൽവേ ശൃംഖലയുമായി ശബരിമല റെയിൽപാതയെ ബന്ധപ്പെടുത്താനും ഇതുവഴി കഴിയും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.